ഹായ് എവരിവൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 2024 ഏറ്റവും പുതിയ ടൊയോട്ട കൊറോളയുടെ 1.5 XLI എന്ന് പറഞ്ഞ ബേസ് മോഡൽ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോളയുടെ 1.5 XLI എന്ന് പറഞ്ഞ ബേസ് മോഡൽ. വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന ഹാലോജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് ബമ്പറിൽ ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. ബമ്പറിൽ താഴെയായിട്ട് ഒരു LED ഫോഗ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചുറ്റും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വളരെ വലിയൊരു ഗ്രില്ലാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോളയ്ക്ക് വരുന്നത്. ഗ്രില്ലിൻ്റെ താഴെയായിട്ട് വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് കൊറോള എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് മധ്യത്തിലായിട്ട് ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. രണ്ട് വശങ്ങളിലേക്കും കയറി നിൽക്കുന്ന രീതിയിൽ ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. മുന്നിൽ നിന്നുള്ള കാഴ്ചയിൽ ഒഴുകിയിറങ്ങുന്ന ഒരു ഡിസൈനാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോളയ്ക്കുള്ളത്. ബോണറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടർ ലൈനുകൾ കൊടുത്തിരിക്കുന്നു. വശക്കാഴ്ചയിലും അതീവ സുന്ദരിയാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള. 195/65 R15 സൈസിലുള്ള സ്റ്റീൽ റിമോട് കൂടിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷോട് കൂടിയാണ് സൈഡ് വ്യൂ മിറേഴ്സ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ ABC പില്ലറുകളെല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിലുകളെല്ലാം വരുന്നത് ബോഡി കളറിൽ തന്നെയാണ്. വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന വളരെ സ്ലീക്കായ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. രണ്ട് ടെയിൽ ലാമ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് പുറകുവശത്ത് ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. അത് ഈ വാഹനത്തിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയിൽ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് വലതുഭാഗത്ത് 1.5 XLI എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. താഴെ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. മധ്യത്തിലായിട്ട് കൊറോള എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് റിവേഴ്സ് ക്യാമറ വന്നിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. താഴെ ഇടതുഭാഗത്തായിട്ട് കൊറോള എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക്, BJ, ബ്രൗൺ എന്നിങ്ങനെ 3 കളറുകളോട് കൂടിയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വളരെയധികം തൈ സപ്പോർട്ട്, അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫാബ്രിക് ഫിനിഷിലുള്ള സീറ്റുകളാണ് 1.5 XLI എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷിലുള്ള വളരെ സിമ്പിളായ ഒരു ഡാഷ്ബോർഡാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോളയുടെ ഈ ഒരു വേരിയൻറ്റിന് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. AC വെൻറ്റിന് ചുറ്റും അലുമിനിയം ഫിനിഷിലുള്ള ഒരു ലൈനിങ് കൊടുത്തിരിക്കുന്നു. ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. അതിൻ്റെ ഡ്രൈവിംഗ് മോഡുകൾ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ളൊരു ഗിയർ നോബ് കൊടുത്തിരിക്കുന്നു. 2 ബോട്ടിലുകൾ വെക്കാവുന്ന രീതിയിൽ 2 ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഫാബ്രിക് ഫിനിഷിലുള്ളൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റിന് താഴെ ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ 12 വോൾട്ടിൻ്റെ ഒരു പവർ പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഡോർ പാഡും വന്നിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു.
ചെറിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ബീജ് നിറത്തിലുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഡോർ അൺലോക്ക് ലോക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെയുള്ള ഫാബ്രിക് ഫിനിഷോട് കൂടിയ സീറ്റുകളാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള 1.5 XLIയിൽ വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ലെഗ് റൂമും ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറകിലെ യാത്രക്കാർക്ക് വേണ്ടി AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് പുറകിലെ ഡോർ പാഡും വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ചെറിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബീജ് ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നു. 1.5 ലിറ്റർ, 1.8 ലിറ്റർ, 2 ലിറ്റർ എന്നിങ്ങനെയുള്ള 3 എൻജിൻ ഓപ്ഷനിലാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള അവൈലബിൾ ആയിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ 3 സിലിണ്ടർ XLI എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6500 RPMൽ 119 ഹോഴ്സ് പവറാണ്. അതുപോലെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 5000 RPMൽ 148 ന്യൂട്ടൺ മീറ്ററാണ്. പ്രധാനമായും 5 നിറങ്ങളിലാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന വൈറ്റ് കളർ, കൂടാതെ ബ്ലാക്ക്, റെഡ്, സിൽവർ, ഗ്രേ എന്നിങ്ങനെയുള്ള 5 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 4630 mm, അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1780 mm, കൂടാതെ ഹൈറ്റ് വരുന്നത് 1435 mm ആണ്. 19.6 km/ലിറ്ററാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള നൽകുന്ന മൈലേജ്. ടൊയോട്ട കൊറോളയുടെ 1.5 ലിറ്റർ XLI എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 79,000 റിയാലാണ്. ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ടൊയോട്ട കൊറോള 1.5 XLI ബേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.